ഉമ്മയുടെ സുനീറിന്റെ കുടുംബത്തിന്റെ ഒരു ചെറിയ വലിയ വിജയമാണ്. ഇനി ഒരുപാട് പടവുകൾ താണ്ടാനുണ്ട്. അതായത് ഉമ്മ ശ്രീമതി ഭീമാഖണ്ഡ് ജില്ലാ പോലീസ് മേധാവി സുദർശൻ KS IPS നൽകിയ പരാതി പൊതുവെ ആണുങ്ങളുടെ അത്തരം ആത്മഹത്യയും ദുഃഖകരമായ കാര്യങ്ങളും ഒന്നും പോലീസുകാർ ശ്രദ്ധിക്കാറില്ല. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വളരെ വിരളമായിരിക്കും. ആദ്യത്തെ കാര്യങ്ങളിൽ ഒന്നായിരിക്കും. ഉമ്മ നൽകിയ പരാതിയിൽ പോലീസ് മേധാവി ഉമ്മയ്ക്ക് റിപ്ലൈ നൽകുകയും ആ റിപ്ലൈ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇതിന്റെ കോപ്പി ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. ശ്രീമതി ഭീമാഖണ്ഡ് സംസ്ഥാന പോലീസ് മേധാവി മുമ്പാകെ 10/7/2025 തീയതിയിൽ സമർപ്പിച്ച പരാതി സംബന്ധിച്ച് K41377472025 പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് മേൽ വിഷയത്തിലേക്കും സൂചനയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. താങ്കൾ പോലീസ് മേധാവി മുമ്പാകെ സമർപ്പിച്ച പരാതിയുടെ സൂചന പ്രകാരം ഈ കാര്യാലയത്തിലേക്ക് അന്വേഷണത്തിനായി അയച്ചു നൽകിയിട്ടുള്ളതാണ്. ആയതിൻ പ്രകാരം താങ്കളുടെ പരാതി വിശദമായി പരിശോധിച്ചിട്ടുള്ളതും സുനീറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത മംഗലപുരം സ്റ്റേഷൻ ക്രൈം നമ്പർ 819/2025 194 BNS കേസിന്റെ തുടരന്വേഷണം DYSP ആറ്റിങ്ങലിന് കൈമാറിയിട്ടുള്ളതും താങ്കളുടെ പരാതിയിലെ ആരോപണങ്ങൾ ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുള്ളതുമാണ് സുദർശൻ IPS. വളരെ സന്തോഷമുണ്ട്. എന്ത് തോന്നി ഇത് കിട്ടിയപ്പോ? അല്ല ഉമ്മ, ഇത് തുടക്കത്തേ ഉള്ളൂ. സാധാരണ നമ്മുടെ നാട്ടില് ദൗർഭാഗ്യശാല ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇമ്മീഡിയറ്റ് ആണ് ആക്ഷൻ, അപ്പം തന്നെ എടുക്കും. ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം പോലും ഇല്ല. പക്ഷെ ഇത് പൊതുവെ കേസ് എടുക്കുന്നത് പോലും വലിയൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അത് കുറവാണ്. ഇപ്പൊ ആരോടെങ്കിലും ചോദിച്ചാൽ അവരെ അറിയായിരിക്കുമല്ലോ. അപ്പൊ ഇപ്പോ ഒരു DYSPക്ക് അന്വേഷണം കൊടുത്തിട്ടുണ്ട്. സുദർശൻ KS IPS ജില്ലാ പോലീസ് മേധാവി വന്നിട്ടുണ്ട്. അപ്പൊ അത് വളരെ പോസിറ്റീവാണ്. നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്ത് നമ്മുടെ പോലീസ് മേധാവിക്കടക്കം പോലീസ് വിഭാഗത്തിലെ നമ്മുടെ സുഹൃത്തുക്കൾക്കടക്കം അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ട്. കോളേജിലൊക്കെ പോകണം, നമുക്ക് യാതൊരു ഇതുമില്ല. അവർക്കും തള്ളയ്ക്കും ഒക്കെ ഒരു വേദനയോ വിഷമോ ഒന്നുമില്ല. ആയിട്ട് അവള് കോളേജിൽ പോകണം, വരണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഒക്കെ കാണുമ്പോൾ എനിക്ക് വലിയൊരു പ്രയാസമാണ്. എന്തായാലും നമുക്ക് അതിലൊരു നീതി എന്തായാലും ഉണ്ടാകും. ചിലപ്പോ ഇതിന്റെ എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ഇതിന്റെ ഒരു കോപ്പി ആയിട്ട് നമ്മുടെ ആൾക്കാരെ കാണിക്കാനൊക്കെ ഇതിന്റെ കോപ്പി ആയിട്ട് എടുത്ത് വെച്ചേക്കാം. എങ്ങനെ ഇത് വരുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ സാധാരണ ഒരാഴ്ചയൊക്കെയാകും റെസ്പോൺസ് തരാമെന്നാണ് പറഞ്ഞത് പോലീസ്. പക്ഷെ 12 ദിവസം എടുത്തു. അത് സ്വാഭാവികമാണ്. അപ്പൊ ഇനിയും അന്വേഷണത്തിന് എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഇദ്ദേഹത്തെ DYSP ആറ്റിങ്ങലിനെ എന്തായാലും നാളെ കിട്ടുമോന്ന് അറിയില്ല. തിങ്കളാഴ്ചയെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം. തിങ്കളാഴ്ച ഒന്ന് വിളിച്ചിട്ട് ഞാൻ ഉമ്മയോട് റെസ്പോൺസ് തിങ്കളാഴ്ച പറയാം.